നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മുഖാമുഖം പരിപാടിക്കിടെ അവതാരികയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ടുള്ള പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് അവതാരികയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൈക്കിലൂടെ തന്നെ നീരസം പ്രകടിപ്പിച്ചത്. നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്നതിനിടെയാണ് സംഭവം. ആദ്യഘട്ടമായി ഇന്ന് മുസ്ലിം വിഭാഗങ്ങളുമായി നടത്തുന്ന മുഖാമുഖമാണ് ഇന്ന് നടന്നത്. മുസ്ലിം സംഘടനാ പ്രതിനിധികൾ, മുതവല്ലിമാർ, മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വേദിയിലിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ രോക്ഷപ്രകടനം. ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെ വളരെ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി സാർ എന്ന് അവതാരക പറഞ്ഞു. അവതാരക ഇത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ക്ഷുഭിതനാവുകയായിരുന്നു. അവതാരകയുടെ മറുപടിക്ക് പിന്നാലെ അല്ല അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ അടുത്തയാളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ രോക്ഷപ്രകടനം. മൈക്കിലൂടെ പറഞ്ഞത് വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവർ കേട്ടു. മുഖ്യമന്ത്രി ക്ഷോഭിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. പ്രസംഗം അവസാനിപ്പിച്ച് പോഡിയത്തിൽ നിന്ന് മാറിയ ശേഷമാണ് വീണ്ടും മൈക്കിന്റെ സമീപത്തെത്തി മുഖ്യമന്ത്രി രോഷം പ്രകടിപ്പിച്ചത്. ശോഭത്തോടെ പ്രതികരിച്ച ശേഷം വേദിയിലുള്ളവരെ നോക്കിയ ശേഷം മുഖ്യമന്ത്രി വേദിയിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു. മുഖ്യമന്ത്രി ക്ഷോഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും വേദിയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗവും സദസ്സിലുണ്ടായിരുന്നവരും ചിരിക്കുന്നുണ്ട്. രാജ്യത്ത് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളമെന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. എല്ലാവർക്കും സാമൂഹിക സുരക്ഷയുള്ള സ്ഥലം കേരളം. മതനിരപേക്ഷ ജനാധിപത്യത്തിൽ കേരളം ഒന്നാമത്. ഒറ്റ വർഗീയ സംഘർഷങ്ങൾ ഇല്ലാത്ത സ്ഥലമാണിത്. ക്രമസമാധാന പാലനത്തിൽ മികച്ചു നിൽക്കുന്നതും കേരളമാണ്. രാജ്യത്ത് പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്ന സംസ്ഥാനങ്ങൾ ഉണ്ട്. രാഷ്ട്രീയവും മതവും തമ്മിലുള്ള അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് സഹകരണ ബാങ്ക് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിൽ സംസാരിച്ചു തീരുന്നതിന് മുമ്പ് മെമന്റോ കൈമാറാൻ അനൗൺസ്മെന്റ് ചെയ്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയിരുന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല, അയാൾക്ക് ചെകിടും കേൾക്കില്ലെന്ന് തോന്നുന്നു. അയാൾക്ക് ചെവിയും കേൾക്കില്ലെന്ന് തോന്നുന്നു. ഇതൊന്നും മര്യാദയല്ല എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദി വിട്ടിറങ്ങിപ്പോയത്. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെ അനൗൺസ്മെന്റ് ആരംഭിക്കുകയായിരുന്നു. ഇതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ ഉപഹാര സമർപ്പണവും മുഖ്യമന്ത്രിയായിരുന്നു നടത്തേണ്ടിയിരുന്നത്. എന്നാൽ അതിനു നിൽക്കാതെയാണ് അന്ന് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത്. നവകേരള സദസ്സിന്റെ തുടർച്ചയായ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി കണ്ണൂരിൽ നടന്നപ്പോൾ പരിപാടിക്ക് പരമാവധി ആളുകളെ എത്തിക്കാൻ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കർശന നിർദ്ദേശം എന്ന പത്രവാർത്തയ്ക്കെതിരെ മുഖ്യമന്ത്രി രോഷം പ്രകടിപ്പിച്ചിരുന്നു. പരിപാടി നടക്കുന്ന ജില്ലയിലേക്ക് മറ്റെല്ലാ ജില്ലയിൽ നിന്നും ആളെ എത്തിക്കേണ്ടതിനാൽ ലക്ഷക്കണക്കിന് രൂപ ഓരോ വകുപ്പിനും ചെലവാകും. ഇതായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ട്. മുഖാമുഖത്തിന് ആളെ കൂട്ടാൻ പെടാപ്പാടെന്ന വാർത്തയായിരുന്നു വിമർശിച്ചത്. ഇതിന് മറുപടിയായി എന്തെല്ലാം എഴുതി വിട്ടിട്ടും ഇന്നലെ വന്നത് കണ്ടല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ജനം എന്തൊക്കെയാണ് സ്വീകരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.